ഇത്രയും വലിയൊരു ദോശ കഴിക്കാനായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പിറകെ കാണിച്ചു തരാം. ഇത് കഴിക്കാനായിട്ട് വന്നേക്കുന്ന ലൊക്കേഷൻ ഏതാണെന്നല്ലേ? MC റോഡിൽ പുളിമാത്തിന് സമീപം ഓപ്പണായ പുതിയ ചട്നി മാമി എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. കിഡിലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. പല നിറങ്ങളിലും ചാടിക്കളിക്കുന്ന വെള്ളമൊക്കെ കണ്ട് ഇങ്ങനെ കറങ്ങി വന്നപ്പോൾ നമ്മുടെ സ്വന്തം സഖാവ് DK മുരളി, നമ്മുടെ MLA ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. കുറച്ച് നേരം MLAനോട് കാര്യമൊക്കെ പറഞ്ഞിട്ട് ചട്നി മാമിയിൽ അകത്തേക്ക് കയറിയിട്ടുണ്ട്. പുറത്തുനിന്ന് കാണുന്നത് പോലെ തന്നെ നല്ല അടിപൊളി ഡിസൈനായിരുന്നു അകത്ത്. ഇവർ ലോഞ്ച് ചെയ്തിട്ടുള്ള ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ബാഹുബലി ദോശ കഴിക്കാനാണ് എത്തിയത്. ഒരു മണിയൊക്കെ അടിച്ച് ബാഹുബലിയിലെ പാട്ടൊക്കെ ഇട്ടായിട്ട് കൊണ്ടുവരുന്നു. ഞങ്ങൾ പാട്ട് വേണ്ടാന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് പാട്ടില്ലാതെ കൊണ്ടുവന്നു. ബാഹുബലി എന്ന് പേര് പറയുന്ന കണക്ക് തന്നെ നല്ല എമണ്ടനൊരു ദോശ. ദോശ വന്നെങ്കിൽ എൻ്റെ കണ്ണാദ്യം പോയത് കേസരി എന്നാണ്. മധുരം കഴിച്ചിട്ട് ഞാൻ തുടങ്ങി. ദോശ ഒരു മൂലയിൽ നിന്ന് പിച്ചെടുത്തിട്ട് എല്ലാ ചട്നിയും വെച്ച് കുറേശ്ശെ കഴിച്ചു നോക്കിയായിരുന്നു. ഞാൻ ബേസിക്കലി അത്ര വലിയൊരു ദോശ ലവറല്ല, അതുകൊണ്ട് തന്നെ എനിക്കിതിന് വലിയൊരു റേറ്റിംഗ് എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ദോശ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതായിരിക്കും. 450 രൂപയാണ് ഒരു ബാഹുബലി ദോശയ്ക്ക് ചാർജ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്നാ ഭട്ടൂരിയും ഒണിയൻ ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 2 ഐറ്റവും കിട്ടി. ഫൈനലി ലാസ്റ്റായിട്ട് ചീസ് ദോശ കൂടെ ഓർഡർ ചെയ്തു. ഒരു ഫിൽറ്റർ കോഫിയും കൂടെ ഓർഡർ ചെയ്തായിരുന്നു ഒരു ആവേശത്തിന്. പക്ഷേ പിന്നീടാണ് അതിൽ ചതി മനസ്സിലായത്. ഇതുപോലെ നിന്ന് നമ്മൾ അടിച്ചടിച്ച് ഈ ചായ കുടിക്കേണ്ടി വന്നു. ഇൻറ്റീരിയറിന് ഡിസൈൻ കൊടുത്തേക്കുന്ന കണക്ക് തന്നെ ഒരു വാഷ്റൂം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വൃത്തി, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വാഷ്റൂം. ഫുഡ് കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ മണി അടിച്ചവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു അവസരമുണ്ട്. അതും ചെയ്തുകൊണ്ട് ഞങ്ങൾ ചട്നി മാമിയോട് ബൈ പറഞ്ഞിറങ്ങാം.